ഗതാഗത മന്ത്രിയുടെ മിന്നൽ പരിശോധനയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പി കിടക്കുന്നത് വണ്ടി തടഞ്ഞ് കണ്ടുപിടിച്ച മന്ത്രി പരിശോധിക്കേണ്ട ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്, KSRTCക്ക് കീഴിൽ തന്നെ. ഇനിയുള്ള കാഴ്ചകൾ മന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധയിലേക്കാണ്. അതിലേക്ക് പോകും മുൻപ് മന്ത്രിയുടെ മിന്നൽ വേഗത്തിലുള്ള ആ പരിശോധനയൊന്ന് റിവൈൻഡ് ചെയ്ത് കാണാം. വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ വണ്ടി വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരിയിട്ടേക്കുക. കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞുകൂടെ? ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. അതുകൊണ്ടാണ് പിടിച്ചെടുത്തത്. നടപടിയെടുക്കും ഉറപ്പായിട്ടുണ്ട്. ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KSRTC CMDയുടെ നോട്ടീസുണ്ട്, ഇങ്ങനെ ഇടാൻ പാടില്ല എന്നിട്ട് ഇട്ടിരിക്കുക. നിങ്ങൾക്ക് നോട്ടീസ് ഉണ്ട് അങ്ങനെ ഇടരുതെന്ന് എല്ലാ സ്ഥലത്തേക്കും. അവിടെ ഇടരുത് എന്ന് പറയുന്നത്. പിന്നെ കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചു വന്നതാണ്. പരിസ്ഥിതി മലിനീകരണത്തിൽ ശ്രദ്ധ വേണം, അതിലൊരു സംശയവുമില്ല. പക്ഷേ ആ മന്ത്രി പിടിച്ച ആ ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല കേട്ടോ. പരിമിതികളിൽ നട്ടം തിരിയുന്ന തമ്പാനൂർ സെൻട്രൽ ഡിപ്പോയിലേക്ക് നമുക്കൊന്ന് പോകാം ആദ്യം. KSRTC ബസ്സിന്റെ മുകളിൽ, ആ ഡോറിന്റെ മുകളിലായി നമുക്ക് കാണാം ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പാച്ച് വർക്ക് ചെയ്ത ഒരു തകര ഷീറ്റ് കൊണ്ടല്ല, നേരെ മറിച്ച് അതൊരു ട്യൂബിന്റെ ഭാഗം കൊണ്ടാണ് ആ പാച്ച് വർക്ക് നടപടി നടത്തിയിരിക്കുന്നത്. അത് പാച്ച് വർക്ക് കണ്ടത് എക്സിബിറ്റ് 1 ആണ്. ഇനി നമുക്ക് എക്സിബിറ്റ് 2 കാണാം. ഈ കാണുന്നത് 2018 കൊട്ടിഘോഷിച്ച് തുടങ്ങിയ ഒരു ചെറിയ സ്ത്രീകൾക്ക്, അമ്മമാർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലം ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് AK ശശീന്ദ്രനാണ് അന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. ഇപ്പോൾ ഈ പൊടി പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. യാത്രക്കാരെ മാത്രം നോക്കിയാൽ പോരല്ലോ, മണിക്കൂറുകൾ വണ്ടിയോടിച്ച് തളർന്നു വരുന്ന ജീവനക്കാരുണ്ട്. അവരുടെ ദുരിതം കൂടി മന്ത്രിക്ക് മിന്നൽ വേഗത്തിൽ പരിശോധിക്കണ്ടേ? തമ്പാനൂരിൽ വരുന്ന ദീർഘദൂര വണ്ടികളിൽ വരുന്ന ജീവനക്കാർ താമസിക്കുന്ന സ്റ്റേ റൂമാണ്. ആ ഇരുമ്പ് തകരത്തിന് താഴെയാണ് അവർ കിടന്നുറങ്ങേണ്ടത്. പലരും രാവിലെ വെളുപ്പിനെ ഇവിടെ ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് ചൂടേറ്റ് തറയിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ. ഈ തമ്പാനൂർ ഡിപ്പോയിലെ സ്റ്റേ റൂം അടക്കം, ജീവനക്കാർ വിശ്രമിക്കുന്ന സ്റ്റേ റൂം അടക്കം, ജീവനക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള കക്കൂസ്, കുളിമുറി എന്നിവ അടക്കമുള്ള സ്ഥലങ്ങളുടെ അത് എത്രത്തോളം അത് ഫലവത്തായാണ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങേക്ക് നേരിട്ട് പരിശോധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിട്ടെങ്കിലും പരിശോധിച്ച് അങ്ങ് അതിൻ്റെ വസ്തുത ഉറപ്പുവരുത്തും. മിന്നൽ പരിശോധനയൊക്കെ നല്ലത് തന്നെ. ഇടയ്ക്ക് ബസ് ഡിപ്പോകളിലേക്ക് മന്ത്രി ചെല്ലണം. മന്ത്രി തടഞ്ഞ ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. ഒരു പ്ലാസ്റ്റിക് കുപ്പിയല്ല KSRTC നേരിടുന്ന പ്രശ്നമെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ആ കുപ്പിയല്ലല്ലോ KSRTC നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. മലിനീകരണത്തിൽ ഇത്രയും ശ്രദ്ധ അത് നല്ലതാണ്. പക്ഷേ ശ്രദ്ധ വേണ്ട, ഇതിലും ഗൗരവമായ വിഷയങ്ങളുണ്ട് എന്ന് മന്ത്രി ഓർക്കണം.